നമ്മളിവിടെ മുമ്പ് അബ്ദുള്ള ഇബ്നു ജുദ്ആൻ അത്തൈമിയെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അബ്ദുള്ള ഇബ്നു ജുദ്ആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃപരമ്പരയിൽ മുറത്ത് ബിനു കഅബിൽ കണ്ണിചേരുന്ന വ്യക്തിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനുവിൻ്റെ പിതാവിൻ്റെ പിതൃ സഹോദര പുത്രനുമാണ്. ആയിഷ റളിയല്ലാഹു തആലാനയുടെയൊക്കെ ബന്ധുവായിരുന്നു അദ്ദേഹം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലാൻഹ ഒരിക്കൽ തിരുദൂതരോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഇബ്നു ജുദ്ആൻ കാന ഫിൽ ജാഹിലിയത്തി യസിലുർ റഹിം വയുത്ഇമുൽ മിസ്കീൻ വയഖ്രി ദൈഫ് വയഫുക്കുൽ ആനി വയുഹ്സിനുൽ ജിവാർ ഫഹൽ യൻഫഉഹു ദാലിക്. ഇബ്നു ജുദ്ആൻ ജാഹിലിയത്തിൽ, ഇസ്ലാമിന് മുമ്പ്, അദ്ദേഹം കുടുംബബന്ധം, രക്തബന്ധം വിളക്കുമായിരുന്നു. വയുത്ഇമുൽ മിസ്കീൻ, അഗതിക്ക് അന്നം നൽകുമായിരുന്നു. വയഖ്രി ദൈഫ്, അതിഥികളെ സൽക്കരിക്കുമായിരുന്നു. വയഫുക്കുൽ ആനി, പ്രയാസം പേറുന്നവൻ്റെ പ്രയാസം പോക്കുമായിരുന്നു. വയുഹ്സിനുൽ ജിവാർ, അയൽപക്ക ബന്ധം മാന്യമായി നന്നായി കൈകാര്യം ചെയ്യുമായിരുന്നു. ഫഹൽ യൻഫഉഹു ദാലിക്, അത് അയാൾക്ക് ഉപകരിക്കുമോ എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യം. ഈ അബ്ദുല്ലാ ഇബ്നു ജുദ്ആൻ ജാഹിലിയത്തിൽ പ്രത്യേകം പ്രസ്താവ്യമായ ഒരു കഥാപാത്രമാണ്. അദ്ദേഹം ഇത്തരം സൽപ്രവർത്തികളിൽ വിശ്രുതനും അന്ധതുമുറ്റിയ കാലഘട്ടത്തിൽ ഒരു നന്മ മരമായി വാണതും അക്കാലത്ത് പ്രത്യേകം അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടതിനാലാണ്. എന്തുകൊണ്ട്? ഈ അബ്ദുല്ലാ ഇബ്നു ജുദ്ആൻ തൻ്റെ ബാല്യത്തിലും യൗവനത്തിൻ്റെ തുടക്കത്തിലും നിർധനനായിരുന്നു, മോശം സ്വഭാവക്കാരനായിരുന്നു. അയാൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളുടെ വില നൽകിയിരുന്നത് പിതാവ് ജുദ്ആൻ ഇബ്നു അംർ എന്നവരും അദ്ദേഹത്തിൻ്റെ ബനൂ തൈം ഗോത്രവുമാണ്. ഇയാൾ നാട്ടിൽ പൊറുതികേടായി, ആളുകളുടെ തല്ലുകൊള്ളിയായി. ഇതിനാൽ ഈ അബ്ദുല്ലാ ഇബ്നു ജുദ്ആനെ വീട്ടിൽ നിന്ന് പിതാവും നാട്ടിൽ നിന്ന് കുടുംബവും ആട്ടുകയുണ്ടായി. അവർ ശപഥം ചെയ്തു പറഞ്ഞു, ഇനി ഈ അബ്ദുള്ളക്ക് സംരക്ഷണമില്ല എന്ന്. വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും ഒറ്റപ്പെട്ട അബ്ദുല്ലാ ഇബ്നു ജുദ്ആൻ ഇനി മരിച്ചാൽ മതി എന്ന വിചാരത്തിൽ മക്കയുടെ മലഞ്ചെരിവുകളിൽ തെണ്ടിത്തിരിയാൻ തുടങ്ങി എന്നാണ്. ആ തെണ്ടലിൽ ഒരു മലയുടെ സൈഡിൽ ഒരു പൊത്ത് കാണുകയും അതിൽ വല്ല ഇഴജന്തുക്കളും വിഷജീവികളും ഉണ്ടെങ്കിൽ തന്നെ കൊത്തി കൊല്ലട്ടെ എന്ന നിലക്ക് അയാൾ അതിൽ പ്രവേശിച്ചു. ജീവിതം ഒടുക്കാനും മരണത്തിലൂടെ താൻ അനുഭവിക്കുന്ന ഈ ഞെരുക്കങ്ങളിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും വിശ്രമിക്കാനുമായിരുന്നു അയാൾ ഇപ്പണി ചെയ്തത്. പക്ഷേ ആ മാളത്തിൽ കയറിയപ്പോൾ ഒരു വലിയ ധനശേഖരം, ഒരു നിധി ഇയാളെ പ്രതീക്ഷിക്കുകയായിരുന്നു. പണ്ട് ജുർഹും ഗോത്രം മക്ക ഭരിച്ചിരുന്ന കാലത്ത് രാജാക്കന്മാരിൽ ഒരാൾ തൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി ഈ മലയിലെ ഈ മാളത്തിൽ നിക്ഷേപിച്ച സ്വത്തിലേക്കാണ് ഈ അബ്ദുല്ലാ ഇബ്നു ജുദ്ആൻ ചെന്നെത്തുന്നത്. സ്വർണത്താൽ നിർമ്മിതമായ ഒരു സർപ്പത്തിൻ്റെ രൂപവും ആ നിധിയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് കണ്ടാണ് വിഷബാധയേറ്റ് മരിക്കാൻ ഈ അബ്ദുല്ലാ ഇബ്നു ജുദ്ആൻ ആ മാളത്തിലേക്ക് പ്രവേശിക്കുക തന്നെയുണ്ടായത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ തെറ്റി. വലിയ ഒരു സമ്പത്താണ് തന്നെ കാത്തിരുന്നതെന്ന നിർവൃതിയിൽ ആഗോളം അതിൽ നിന്ന് വാരിക്കൂട്ടി. പിന്നെ ആവശ്യമുള്ളപ്പോഴൊക്കെ അതിൽ നിന്നെടുത്ത് അബ്ദുല്ലാ ഇബ്നു ജുദ്ആൻ മക്കയിൽ വലിയ സമ്പന്നനായി പരിലസിക്കുകയായിരുന്നു. കയ്യും മെയ്യും മറന്ന് തനിക്ക് കിട്ടിയ ഈ സ്വത്തിൽ നിന്ന് അബ്ദുല്ലാ ഇബ്നു ജുദ്ആൻ ചെലവഴിച്ചു. ആളുകളെ നന്നായി സഹായിച്ചു, എല്ലാവരെയും സൽക്കരിച്ചു. അതിഥികളും അഗതികളും അനാഥരുമൊക്കെ ഒരുപോലെ അബ്ദുല്ലാ ഇബ്നു ജുദ്ആനെ നന്നായി അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു. തനിക്ക് ആവശ്യം വരുമ്പോഴെല്ലാം വേണ്ടത്ര ഈ മലയുടെ മാളത്തിൽ നിന്നെടുത്ത് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ ഒരു നന്മ മരമായി വളരുകയും ജനങ്ങളെ വാഴുകയുമായിരുന്നു എന്നതാണ് ചരിത്രം. ഈ അബ്ദുല്ലാ ഇബ്നു ജുദ്ആൻ ഒരിക്കലും മക്കയുടെ ചരിത്രത്തിൽ അപ്രശസ്തനായിരുന്നില്ല. ഇക്കാരണത്താൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതായിരുന്നു, സഹായങ്ങൾ നിർലോഭമായിരുന്നു. അതിനാലാണ് ഇവിടെ പ്രത്യേകം ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദ്യം ഉന്നയിക്കുന്നത് ഈ ഇബ്നു ജുദ്ആനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ എണ്ണി ഫഹൽ യൻഫഉഹു ദാലിക്, അദ്ദേഹത്തിന് അതെല്ലാം ഉപകരിക്കുമോ എന്ന്. വിശുദ്ധ മക്കയിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവർ പലരുണ്ടായിരുന്നു. ക്ഷേമ പ്രവർത്തനങ്ങളും സഹകരണങ്ങളും ഉള്ള ആളുകൾ വേറെയും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രപിതാവ് അബ്ദുൽ മുത്തലിബ്, പിതാമഹന്മാർ ഹാഷിമും ഖുസയ്യുമൊക്കെ ഈ വിഷയത്തിൽ വിശ്രുതരാണ്. വേറെയും മക്കയിൽ ചിലരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അബ്ദുല്ലാ ഇബ്നു ജുദ്ആനെ കുറിച്ച് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചോദിക്കാൻ കാരണം ഈ പറഞ്ഞതാണ്. ഏതായാലും അത് അദ്ദേഹത്തിന് ഉപകരിക്കുമോ എന്ന് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിച്ചത് എന്താ? ല ഇന്നഹു ലം യഖുൽ യൗമൻ ഖത്ത് റബ്ബി ഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ. ഇല്ല, അദ്ദേഹം ഒരിക്കലും
ഒരു നാളെങ്കിലും വിശ്വാസപ്പുറത്ത് അന്ത്യനാളിൽ എൻ്റെ തെറ്റ് റബ്ബേ എനിക്ക് പൊറുക്കേണമേ എന്നൊരു തേട്ടം നടത്തിയിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇസ്ലാം ആശ്ലേഷിച്ച് ഇങ്ങനെ ഇസ്ലാമിക ആദർശത്തിൻ്റെ ഒരു തേട്ടം അയാൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഇതെല്ലാം അയാൾക്ക് ഉപകാരപ്പെടുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണർത്തുന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ ഇതിവിടെ പറഞ്ഞത് ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുള്ള നന്മയും സുഹൃതവും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും കർമ്മങ്ങളുമൊക്കെ അവനിൽ നിന്ന് സ്വീകരിക്കാനും അത് പരലോക കോടതിയിൽ ഉപകരിക്കാനും വിശ്വാസം പൂണ്ട് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നത് ബോധ്യപ്പെടാനും മനസ്സിലാകാനുമാണ്. ഖുൽ ലില്ലദീന കഫറു ഇൻ യൻതഹു യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്. അവിശ്വാസികളോട് പറയാൻ തിരുദൂതരോട് കൽപ്പിക്കുന്നു, നോക്കൂ നിങ്ങൾ, അവിശ്വാസികളോട് പറയൂ, അവർ അവിശ്വാസത്തിൽ നിന്ന് വിരമിക്കുകയായാൽ കഴിഞ്ഞുപോയതെല്ലാം അവർക്ക് പൊറുക്കപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പ്രത്യേകം പരാമൃഷ്ടമാണ്, പഠിക്കൽ അനിവാര്യവുമാണ്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് നിദാനശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനങ്ങൾ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു വിഷയം വിശദീകരിച്ചത് നമുക്ക് വായിക്കാനാകും.